ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് തൻ്റെ പാർട്ട്ണർ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ താൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കുക, താൻ എത്രയോ നാളായിട്ട് ഇമോഷണലി അബ്യൂസ് ആക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ താൻ ഒരു വിക്റ്റിമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ആൾക്കാർ ഡിവോഴ്സ് ആവുക, അല്ലെങ്കിൽ അവർ ഒരു ബ്രേക്കപ്പിലേക്ക് പോവുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു 75% ആൾക്കാർ അബ്യൂസീവും ടോക്സിക്കും ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള 25% ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇത്തരം ആൾക്കാർ ഒരു ഡിവോഴ്സ് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു റിലേഷനിലും കാര്യങ്ങൾ ഇതേപോലെ തന്നെയായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി മോശമായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്, നമ്മൾ എന്തൊക്കെ ആക്ഷനുകൾ അവിടെ എടുക്കുന്നുണ്ട്, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ആക്ഷനാണ് നമ്മൾ അവിടെ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ ബിഹേവിയർ എന്താണ്, നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട് മറ്റൊരാളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ അയാളിൽ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം തന്നെയും നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക എന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ആവശ്യമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് എടുക്കാൻ ഒരിക്കലും മടിക്കാതിരിക്കുക. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൗൺസിലിംഗ് ലഭ്യമാണ്. താങ്ക്